കഞ്ചാവ് കേസിൽ പിടിയിലായ റാപ്പർ വേടനെതിരെ ആയുധ നിയമപ്രകാരവും കേസെടുക്കാൻ പോലീസ്. വേടന്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ കണ്ടെത്തിയതായി പോലീസ് വ്യക്തമാക്കി. പരിശോധനയിൽ പ്രത്യേക തരം കത്തി, മഴു തുടങ്ങിയ ആയുധങ്ങളാണ് പിടിച്ചെടുത്തത്. ഈ സംഭവത്തിലാണ് ആയുധ നിയമപ്രകാരം കേസെടുക്കുന്ന കാര്യം പോലീസ് പരിഗണിക്കുന്നത്. അതേസമയം ആയുധങ്ങൾ അല്ലെന്നും വിവിധ കലാപരിപാടികളിൽ നിന്ന് ലഭിച്ച സമ്മാനങ്ങളാണെന്നാണ് വേടൻ പോലീസിനോട് പറഞ്ഞത്. കൈവശം കൊണ്ടു നടക്കേണ്ട ആയുധങ്ങളല്ല വേടനിൽ നിന്ന് പിടിച്ചെടുത്തതെന്നും ആയുധ നിരോധന നിയമം ചുമത്തുന്നത് പരിഗണനയിലാണെന്നും തൃക്കാക്കര ACP PV ബേബി പറഞ്ഞു. ഇന്ന് വേടനെ വനംവകുപ്പിന് വിട്ടുകൊടുക്കില്ലെന്നും ACP വ്യക്തമാക്കി. അതേസമയം വൈദ്യപരിശോധനയ്ക്കായി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പ്രതികരിക്കാനില്ലെന്നും നിയമപരമായി നേരിടുമെന്നാണ് വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. എല്ലാം പിന്നെ പറയാമെന്നും വേടൻ പറഞ്ഞു. പിന്നീട് വൈദ്യപരിശോധന പൂർത്തിയാക്കി പുറത്തിറങ്ങിയപ്പോഴും വേടൻ ചോദ്യങ്ങളോട് പ്രതികരിച്ചു. പോലീസിന്റെ വേട്ടയാടൽ ആണോ എന്ന ചോദ്യത്തിനല്ല എന്നായിരുന്നു വേടന്റെ മറുപടി. തുടർന്ന് വേടനെ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കഞ്ചാവ് കൈവശം വച്ചതിന് അറസ്റ്റിലായതിനു പിന്നാലെയാണ് റാപ്പർ വേടൻ എന്ന് അറിയപ്പെടുന്ന ഹിരൺ ദാസ് മുരളിക്ക് കുരുക്കായി മാലയിലെ പുലിപ്പല്ലും മാറിയത്. ലഹരി പരിശോധനയ്ക്കിടെ വേടന്റെ പക്കൽ നിന്ന് കണ്ടെത്തിയത് പുലിപ്പല്ലാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഇതിൽ വേടനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം വനംവകുപ്പ് കേസെടുക്കും. ലഹരിക്കേസിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് അറസ്റ്റ് ചെയ്ത വേടനെ വനംവകുപ്പ് ഇന്ന് കസ്റ്റഡിയിലെടുക്കില്ല. കഞ്ചാവ് കേസിലെ തുടർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കസ്റ്റഡിയിലെടുക്കുക. തുടർന്ന് കോടനാട് വനംവകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോകും. പുലിപ്പല്ല പിടിച്ചെടുത്ത സംഭവത്തിൽ വേടനെതിരെ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിനിടെ വേടനിൽ നിന്ന് പിടിച്ചെടുത്ത പുലിപ്പല്ല് ഹിൽ പാലസ് സ്റ്റേഷനിൽ എത്തിച്ചു. വനംവകുപ്പിന് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകുമെന്ന് പോലീസ് അറിയിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് വേടന്റെ ഫ്ളാറ്റിൽ എറണാകുളം ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിൽ 6 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് ഫ്ളാറ്റിലെത്തിയപ്പോൾ ഇവിടെ വേടൻ ഉൾപ്പെടെ 9 പേരുണ്ടായിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി വേടൻ സമ്മതിച്ചു. കഞ്ചാവിന്റെ ഉറവിടത്തെക്കുറിച്ചും വേടൻ മൊഴി നൽകിയിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കഞ്ചാവ് പിടിച്ചതിന് പിന്നാലെ ഫ്ളാറ്റിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് മാലയിലെ പുലിപ്പല്ലും ആയുധങ്ങളും കണ്ടെത്തിയത്. മാലയിലെ പുലിപ്പല്ല് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നായിരുന്നു വേടന്റെ മൊഴി. ഇതോടെ കണ്ടെടുത്തത് പുലിപ്പല്ല് തന്നെയാണെന്ന് സ്ഥിരീകരിക്കാനായി പോലീസ് വനംവകുപ്പിനെ വിവരമറിയിച്ചു. തുടർന്ന് കോടനാട് നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തുകയും വേടനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഫ്ളാറ്റിലെ പരിശോധനയിൽ 9.5 ലക്ഷം രൂപയും 9 മൊബൈൽ ഫോണുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പണം സംഗീത പരിപാടിക്ക് ലഭിച്ച വേതനമാണെന്നാണ് വേടന്റെ മൊഴി. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനിടെ മാധ്യമങ്ങൾ വേടനോട് പ്രതികരണം തേടിയെങ്കിലും എല്ലാം പറയാം വരട്ടെ എന്നായിരുന്നു മറുപടി. പിടിച്ചെടുത്ത കഞ്ചാവിന്റെ അളവ് കുറവായതിനാൽ ലഹരിക്കേസിൽ വേടനെ സ്റ്റേഷൻ ജാമ്യത്തിൽ തന്നെ വിട്ടയച്ചേക്കും.